നിങ്ങളുടെ പാസ്റ്റിൽ എടുത്ത ഡിസിഷൻസിന്റെ റിസൾട്ടാണ്. ഇങ്ങനെയാണ് ഹൈ ലെവൽ സക്സസ്ഫുൾ പീപ്പിൾ. ഒരു പെൻ ആൻഡ് പേപ്പർ ആണെങ്കിലും ആ തിങ്കിങ്ങിലൂടെ അല്ലാതെ ഇപ്പൊ നമ്മളുടെ കമ്പനിയിൽ ഒരു പ്രോബ്ലം എന്നുണ്ടെങ്കിൽ ഓനെ ഞാൻ എങ്ങനെ ഫിക്സ് ചെയ്യും? കമ്മ്യൂണിക്കേറ്റ്. എന്താണ് ഓൻ എന്നുള്ളത് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ദെൻ എന്താണ് എൻ്റെ എക്സാക്ട് പ്രോബ്ലം, അത് എങ്ങനെ ഏതൊക്കെ രീതിയിൽ എനിക്ക് ഫിക്സ് ചെയ്യാം. നമ്പർ 1 ഇത്, നമ്പർ 2 ഇത്. നമ്മളുടെ ലൈഫ് എന്നുള്ളത് നമ്മളുടെ ഡിസിഷൻ അല്ലാതെ മറ്റൊന്നും അല്ല. നിങ്ങളുടെ ലൈഫ് ഇപ്പൊ ഇങ്ങനെ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മുൻപോ കുറച്ച് നിങ്ങളുടെ പാസ്റ്റിൽ എടുത്ത ഡിസിഷൻസിന്റെ റിസൾട്ടാണ് ഇന്നത്തെ നിങ്ങളുടെ ജീവിതം എന്നുള്ളത്. നാളത്തെ നിങ്ങളുടെ ലൈഫ് എന്നുള്ളത് ഇന്ന് നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഡിസിഷൻസിന്റെ റിസൾട്ടാണ്. ഇന്ന് നിങ്ങളുടെ ലൈഫിൽ പ്രോബ്ലംസ് ഉണ്ടോ? ഇന്ന് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വിചാരിച്ച രീതിയിലല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ നിങ്ങൾ പാസ്റ്റിൽ എടുത്ത എന്തൊക്കെയോ ഡിസിഷൻസ് റോങ് ആയിരുന്നു. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചറിനെ ബെസ്റ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഈ ഫർദർ ആയിട്ട് ഇപ്പൊ നിങ്ങൾ പ്രസന്റിൽ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഡിസിഷൻസിനെ ഒന്നുകൂടി ബ്രൈറ്റ് ആക്കണം. അപ്പോ ഈ രീതിയിൽ നിങ്ങൾ ഇപ്പൊ പ്രസന്റിൽ എടുത്തുകൊണ്ടിരിക്കുന്ന ഡിസിഷൻസിനെ നിങ്ങൾ ഒന്നുകൂടി പ്രോപ്പർ ആൻഡ് ബ്രൈറ്റ് ആക്കി മാറ്റുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നിങ്ങളുടെ ഫ്യൂച്ചർ ബ്രൈറ്റ് ആക്കാനായിട്ട് പറ്റും. ഇനി അടുത്ത ചോദ്യം, എങ്ങനെയാണ് നിങ്ങൾ ഡിസിഷൻ എടുത്തത്? നിങ്ങളുടെ പാസ്റ്റിൽ എങ്ങനെയാണ് ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നത്? നിങ്ങളിൽ പലരും എമോഷണൽ ഡിസിഷൻസ് ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക. എമോഷണൽ ഡിസിഷൻ, അതേപോലെ ചില സിറ്റുവേഷണൽ ഡിസിഷൻസ് ഒക്കെ ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ വല്ല ഫിയർഫുൾ ഡിസിഷൻസ് ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക. അപ്പോ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്ത് കാര്യത്തിലാണ് നമുക്കൊരു സൊല്യൂഷൻ വേണ്ടത്, അത് ഒരു പെന്നെടുക്കുക, ഒരു ബോർഡ്, നിങ്ങൾ ടൈപ്പ് ചെയ്യുക എന്നുള്ളതൊന്നും വേണ്ട. കാരണം ഈ പെന്നിനും ബോർഡിനും നമ്മളുടെ തലയ്ക്കകത്ത്, നമ്മളുടെ ബ്രെയിനില് നമ്മളൊക്കെ വിചാരിക്കുന്നതിനേക്കാളും ഒരു ഹൈ ലെവൽ ഇൻഫ്ലുവൻസ് ആണ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവുക. ഹൈ ലെവൽ ഇൻഫ്ലുവൻസ്. ഞാൻ എൻ്റെ ഓഫീസിലോ കമ്പനിയിലോ എന്തെങ്കിലും ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ആരെങ്കിലും എന്നോട് അക്ഷയ് ബ്രോ എന്തായി എന്ന് പറയോ എന്നുള്ള രീതിയിൽ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ നടുവിൽ പറയുകയാണെങ്കിൽ എനിക്കൊരു 1 ഡേ ടൈം വേണം എന്നുള്ള രീതിയിൽ ഞാൻ അവരോട് പറയും. ആ 1 ഡേ ടൈം എന്നുള്ളത് ഞാൻ എടുക്കുന്നത് ഈ ഒരു വൈറ്റ് ബോർഡ് തിങ്കിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇവിടെ ഞാനിങ്ങനെ ബോർഡിൽ എഴുതും, ഓരോ കാര്യങ്ങൾ ഞാനിങ്ങനെ എഴുതിയിട്ട് ഞാൻ ഒന്ന് അപ്പുറത്ത് മാറി നിൽക്കും. ഇങ്ങനെ ബോർഡിൽ എഴുതി ഞാൻ തിങ്ക് ചെയ്യുന്ന സമയത്ത് ഈ തിങ്കിങ് എന്നുള്ളത് ഒരിക്കലും എമോഷണൽ ആയിരിക്കില്ല, കംപ്ലീറ്റ്ലി സ്ട്രാറ്റജിക്കൽ ആയിരിക്കും. ഇതുവരെ ഇങ്ങനെയാണ് ഹൈ ലെവൽ സക്സസ്ഫുൾ പീപ്പിൾ തിങ്ക് ചെയ്യുന്നത്, അല്ലാതെ തലയ്ക്കുള്ളിലിട്ട് തിങ്ക് ചെയ്യുകയല്ല. ഹൈലി സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ ഇങ്ങനെയാണ് തിങ്ക് ചെയ്യുന്നത്. ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുത്തണം എന്നുണ്ടെങ്കിൽ ആ കാര്യം എടുത്തിട്ട് എഴുതുക. ഇതിൽ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത്, ഇങ്ങനെ ഒരു ഡിസിഷൻ ഞാൻ എടുക്കുകയാണെങ്കിൽ ഈ കാര്യം എന്നെ എവിടേക്കായിരിക്കും, എന്തിലേക്കായിരിക്കും ലീഡ് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് ഞാൻ മാക്സിമം ഈ ഡിസിഷൻ ഞാൻ എടുക്കുകയാണെങ്കിൽ എൻ്റെ ലൈഫിൽ മാക്സിമം എന്ത് എക്സ്പീരിയൻസ് ആയിരിക്കും സംഭവിക്കുന്നുണ്ടാവുക. ഇൻ കേസ് നെഗറ്റീവ് ആയിട്ട് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ തന്നെ മാക്സിമം എന്ത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക. ഇപ്പൊ എൻ്റെ ഓഫീസിൽ ഒരു കാര്യം ഡിസൈഡ് ചെയ്യേണ്ടി വന്ന ഒരു സിറ്റുവേഷനിൽ ഞാൻ ഭയങ്കരമായിട്ട് ഞാനൊരു 10-15 പേരുടെ അടുത്ത് ഞാൻ ഒരു കാര്യം ഡിസ്കസ് ചെയ്ത് അതിനേക്കാളും കൂടുതൽ ക്ലാരിറ്റി ആയിരുന്നു എനിക്ക് വൈറ്റ് ബോർഡിൽ എഴുതിയിട്ട് ഓക്കെ എൻ്റെ മുന്നിലുള്ളത്
ഈ ഓപ്ഷനാണ്, ഇതും എന്നുള്ള ഈ ഓപ്ഷനാണ്. ഇതിൽ ഞാൻ ഇത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതായിരിക്കും നടക്കുന്നുണ്ടാവുക, ഇത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതായിരിക്കും നടക്കുന്നുണ്ടാവുക എന്നുള്ള ഒരു പിക്ചർ എൻ്റെ കൺമുന്നിൽ എനിക്ക് കിട്ടുകയാണ്. അപ്പോ നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി വരണം എന്നുണ്ടെങ്കിൽ ഒരു പ്രതിജ്ഞ തന്നെ എടുത്തേക്കുക. ഇനി മുതൽ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഈ വൈറ്റ് ബോർഡ് തിങ്കിങ് അല്ലെങ്കിൽ ഒരു പെൻ ആൻഡ് പേപ്പർ ആണെങ്കിലും ആ തിങ്കിങ്ങിലൂടെ അല്ലാതെ ഞാൻ എടുക്കില്ല എന്നുള്ള പ്രതിജ്ഞ എടുത്തേക്കുക. ഹായ് ബ്രോ, ഇപ്പൊ നിങ്ങൾ കണ്ട ഈ ഒരു വീഡിയോ എന്നുള്ളത് നമ്മളുടെ നോഫാബ് കമ്മ്യൂണിറ്റിക്കകത്ത് ഞാൻ റെഗുലർ ആയിട്ട് നൽകി വരുന്ന ട്രെയിനിങ്ങിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. ഇതുപോലത്തെ ഇൻഡെപ്ത് സെഷൻസ് നമ്മളുടെ നോഫാബ് കമ്മ്യൂണിറ്റിക്കകത്ത് ഞാൻ റെഗുലർ ആയിട്ട് തന്നെ നൽകി വരുന്നുണ്ട്. നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് തന്നെ പരിശ്രമിച്ചിട്ടും ഈ ഒരു ചലഞ്ചിൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാനായിട്ട് പറ്റുന്നില്ല, നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ്, ഫോക്കസ് റീബിൽഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. ഒരു ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളത് എനിക്ക് സീരിയസ് ആയിട്ട് വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോക്കസ്, കൺസിസ്റ്റൻസി, ഡിസിപ്ലിൻ എന്നുള്ള കാര്യങ്ങളെ റീബിൽഡ് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ അത്രയും സീരിയസ് ആണെങ്കിൽ മാത്രം ഡിസ്ക്രിപ്ഷനിലും പിൻ കമന്റിലും ആയിട്ട് നമ്മളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് നൽകുന്നുണ്ട്, നമുക്ക് മെസ്സേജ് ചെയ്തേക്കുക.